കടിപ്പിടിൽ ഒരു നാളും നാം ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം ശിരസ്സുയർത്തി 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 വിദ്യാർത്ഥിനികളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എന്താണ്? അതെ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്ത്, നമുക്ക് നമ്മളെ ഈ പ്രദേശത്ത് എടുക്കാം. ഇന്ന് നമ്മുടെ യുവാക്കള് അധികം പേര് ലഹരിക്ക് അടിമകള് 1987 അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ ഒരു ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. എന്താണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശമെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഒരു രാജ്യത്തിന്റെ സമ്പത്താണ് യുവാക്കൾ എന്നുള്ളത്. ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ വിദ്യാർത്ഥികളെ വളരെ ഗൗരവപൂർവ്വം ചില കാര്യങ്ങൾ പ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗിക്കാനല്ല, ലഹരി ഉപയോഗിക്കാതിരിക്കാനും അതോടൊപ്പം നമ്മുടെ സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ ആളുകളെയും ഇതിനെ രക്ഷിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ലഹരിയുടെ ദിനമല്ല, ലഹരി വിരുദ്ധ ദിനാണ്. അതുകൊണ്ട് ലഹരിക്ക് എതിരിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ അതിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിൽ നിന്ന് സുരക്ഷിതരാക്കാൻ പറ്റും, അതിലുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തണം. അതിന്റെ ഭാഗമായി പല പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഐക്യരാഷ്ട്ര സംഘടന 1987 ഡിസംബർ 7 നടന്ന ജനറൽ അസംബ്ലിയിലാണ് എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. ലഹരിമുക്ത ലോകം എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലഹരി എന്നത് ലോകജനതയെ ബാധിക്കുന്ന ബഹുമുഖമായ വെല്ലുവിളിയാണ്. വ്യക്തിപരമായും സാമൂഹികമായും അതിസങ്കീർണമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായ രീതിയിൽ പ്രതിരോധിക്കുന്നതിനും ചികിത്സയ്ക്കുമാണ് മുൻതൂക്കം നൽകേണ്ടത്. ശാസ്ത്രം, അനുകമ്പ, ഐക്യദാർഢ്യം എന്നീ തത്വങ്ങൾ മുറുകെ പിടിച്ച് ലഹരി എന്ന വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താം. ഇതിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ആസക്തി ജനിപ്പിക്കുന്നതും സാമാന്യബോധത്തിന്റെ നിയന്ത്രണങ്ങൾ തകർക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് മയക്കുമരുന്നുകൾ. ഇവ വിധേയത്വവും അടിമത്തവും ജനിപ്പിച്ചു ഉപയോഗിക്കുന്നവരെ മാനസിക രോഗിയാക്കി മാറ്റുന്നു. എല്ലാ പ്രായക്കാരിലും ലഹരി ഉപയോഗം അപകടകരമായി പരിണിത ഫലം ഉണ്ടാക്കുന്നു. എങ്കിലും കുട്ടികൾ ലഹരി ഉപയോഗം തലച്ചോറിനെ ബാധിച്ച് അടിമത്തത്തിന്റെ അപകട സാധ്യത കൂട്ടുന്നു. സമപ്രായക്കാരുടെ സമ്മർദ്ദം, കൗതുകം, പരീക്ഷണം, വൈകാരിക ആശ്വാസം, മാധ്യമങ്ങളുടെ സ്വാധീനം, മുതിർന്നവർക്കെതിരെയുള്ള അനുകരിക്കൽ കുടുംബപ്രമേയത്തെ നല്ല മനസ്സോടുകൂടി അംഗീകരിച്ചിരിക്കുന്നു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർത്തുന്നതിന് ഞാൻ ശ്രമിക്കും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു.